ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസമുണ്ടായതായി പരിശോധനാ ഫലം. എന്നാൽ കാലപ്പഴക്കത്തെക്കുറിച്ച് VSSCയുടെ റിപ്പോർട്ടിൽ വ്യക്തതയില്ല. കോടതിയുടെ അനുമതിയോടെ VSSCയിൽ നിന്ന് കൂടുതൽ വിവരം തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ശബരിമലയിൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് 1998 സ്ഥാപിച്ച പാളികളും അറ്റകുറ്റപ്പണിക്ക് ശേഷമുള്ള പാളികളും താരതമ്യപ്പെടുത്തിയായിരുന്നു പരിശോധന. ഇതിൽ നിന്നാണ് ദ്വാരപാലക ശില്പത്തിലെയും കട്ട്ളപ്പാളിയിലെയും ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസം വന്നതായി കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ യഥാർത്ഥ പാളി മാറ്റി മറ്റൊന്നാണോ കൊണ്ടുവന്നതെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ശാസ്ത്രീയ ഘടനയിലെ മാറ്റം. VSSCയിലെ പരിശോധനയിൽ പാളികളുടെ കാലപ്പഴക്കം വ്യക്തമല്ല എന്നാണ് വിവരം. അതിനാൽ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പരിശോധന വേണ്ടി വന്നേക്കും. മുൻകാലങ്ങളിൽ നടത്തിയ അറ്റകുറ്റപ്പണിയെക്കുറിച്ചും അന്വേഷിക്കാനും SIT തീരുമാനിച്ചു. കോടതിയുടെ അനുമതിയോടെ തുടർ നടപടിയുമായി മുന്നോട്ട് പോകും. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N വാസുവിന്റെ റിമാൻഡ് കാലാവധി കോടതി നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.